ഇതുവരെ നമ്മൾ പരാമർശിച്ചു പോയത് ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ്, എവിടെയൊക്കെയാണ് നേട്ടം, എവിടെയൊക്കെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ സംസാരിച്ച സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ BJP പ്രതിനിധി അഡ്വക്കേറ്റ് SS ജയസൂര്യനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജയസൂര്യൻ, ജനപ്രിയമായി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്നതാണ് എല്ലാവരുടെയും തലവാചകം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നികുതി ഭാരമൊന്നും സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ജനപ്രിയ ബജറ്റായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങളായാലും കേരളത്തിലെ മാധ്യമങ്ങളായാലും വിലയിരുത്തുന്നത്. പക്ഷേ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ള വലിയ ഹൈലൈറ്റ് കൂടി വരുന്നുണ്ട്. അതിനെയൊക്കെ സമഗ്രമായി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യഘട്ടമായി എങ്ങനെയാണ് ഈ ബജറ്റിനെ നാം കാണേണ്ടത്? ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മധ്യവർഗത്തിനും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സ്വയം തൊഴിൽ മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന വർഗത്തിനും വളരെയേറെ ശ്രദ്ധ കൊടുക്കുകയും പരിഗണന കൊടുക്കുകയും അവരിലേക്ക് ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു ബജറ്റായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട്. ഇപ്പൊ മധ്യവർഗത്തിന്റെ 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന്റെ ടാക്സ് ഇളവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ശമ്പളം കിട്ടുന്നവരാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവരാണ്, അവരൊരു ചെറിയ ശതമാനം മാത്രമാണ്. അവരെ സോപ്പിട്ടുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സാമ്പത്തിക വളർച്ച എന്നൊക്കെ പറയാം. പക്ഷെ സമൂഹത്തിലേക്കുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ശമ്പളമായും പെൻഷനായിട്ടും ഒക്കെ ജനങ്ങളിലേക്ക് എത്തേണ്ടതിനും വളരെയേറെ ആവശ്യമാണ്. അത്തരമൊരു അത് അവിടെ മാത്രം ഒതുക്കി നിർത്തുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ മുദ്രാ ലോണിന്റെ പരിധി 20 ലക്ഷമാക്കി ഉയർത്തി എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ MSME സെക്ടറിലേക്ക് കാര്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. MSME സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 5 കോടി എന്നുള്ളത് 20 കോടി വരെ ലോൺ കൊടുക്കാൻ, അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഉദാരമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ചെറിയ ഒരു കാര്യമല്ല. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2 കോടി രൂപ വരെ ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ തോതിലേക്ക് അവരുടെ ക്രയശേഷിയെയും അവരുടെ കർമ്മശേഷിയെയും ഉപയോഗിക്കുക. ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ അവർക്കും കൂടി അവസരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, അങ്ങനെയൊക്കെയുള്ളവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ടാക്സ് മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ TDS പോലെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഉദാരമായ സമീപനം കൈക്കൊള്ളും. വളരെ നാളുകളായിട്ട് ചെറുകിട വ്യവസായ സംരംഭകരും വൻകിടക്കാരും ഒരുപോലെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. GST വന്നു, ടാക്സിന്റെ പുതിയ നിയമങ്ങൾ നൂലാമാലകളും വന്നു, വളരെയേറെ ടെൻഷൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു കംപ്ലയൻസ് കുറയ്ക്കുന്ന, ആ കംപ്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉദാരമായ സമീപനം കൈക്കൊള്ളുന്ന ഒരു നിലപാട് സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളണമെന്നുള്ള ആവശ്യത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അടിസ്ഥാന വർഗത്തിന്റെയും സാധാരണക്കാരുടെയും ഇടയിലേക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള, പ്രോത്സാഹനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇൻഷുറൻസിന്റെ മേഖലയിൽ വിദേശ നിക്ഷേപം 100% എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേവലം 4% മാത്രം നിന്നിരുന്ന ഒരു രാജ്യം, അവിടെ അത് 28% വർദ്ധിക്കുമ്പോഴും അത് ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എന്ന് പറയുന്ന മേഖലകളിലേക്കും ലൈഫ് ഇൻഷുറൻസിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, ക്രോപ്പ് ഇൻഷുറൻസ് വേണം, പ്രോപ്പർട്ടി ഇൻഷുറൻസ് വേണം, അതുപോലെ മറ്റ് പല മേഖലകളിലും ഇൻഷുറൻസിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കാനും അവിടെ ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാനും കൂടുതൽ ഫണ്ട് കൊണ്ട് എത്തിക്കണമെങ്കിലും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വളരെ ആവശ്യമാണ്. അത് വിദേശ നിക്ഷേപമായിട്ട് വന്നാൽ അതിന്റെ പോളിസി, അതുപോലെ തന്നെ പ്രീമിയം, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കണം. വിദേശത്തേക്ക് ആ ഫണ്ട് കടത്തിക്കൊണ്ട് പോകാത്ത വിധത്തിലുള്ള റെഗുലേഷനോട് കൂടി അത് അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടാകുന്ന വളരെ ശക്തമായ ഒരു പിന്തുണ അത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയാറുണ്ട്, കാലാവസ്ഥയുമായിട്ടുള്ള ഒരു ചൂതുകളിയാണ്, ഒത്തെങ്കിൽ ഒത്തു ഇല്ലെങ്കിൽ തകർന്നു എന്നത്. അവിടെ ക്രോപ്പ് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ വളരെ വിശാലമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാർഷിക രംഗത്ത് ആത്മവിശ്വാസത്തോടു കൂടി പണിയെടുക്കുവാനും എന്തെങ്കിലും ഒരു അവിചാരിതമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായാൽ പോലും ഇൻഷുറൻസിന്റെ പിൻബലത്തോടെ അവർക്ക് പിടിച്ചു നിൽക്കാനും കഴിയും. ഇതും ചെറിയ ഒരു കാര്യമല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള ഊന്നൽ കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ ഊന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുപ്പക്കാർക്ക്, അതേപോലെ തന്നെ വനിതകൾക്ക്, ആദിവാസികൾക്ക്, ഇവർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് കർഷകർക്ക്, ഇവർക്കെല്ലാം തന്നെ സാമ്പത്തിക പിൻബലവും സാമ്പത്തിക സുരക്ഷിതത്വവും എന്നുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. പൊതുവെ പറയാറുണ്ട്, സർക്കാർ എപ്പോഴും കോടീശ്വരന്മാരുടെ കൂടെയാണ്, സമ്പന്നന്മാരുടെ കൂടെയാണ്, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ തൊഴിലില്ലായ്മയാണ് എന്നൊക്കെയുള്ള ഒരു പതിവ് പല്ലവിയുണ്ട്. പക്ഷേ കണക്കുകൾ അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാപെക്സിന്റെ ഒക്കെ മേഖലയിൽ UPA ഗവൺമെന്റിന്റെ കാലത്ത് ശരാശരി 2 ലക്ഷം കോടി രൂപയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പൊ 11.11 ലക്ഷം കോടി രൂപയുടെ കാപെക്സ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, തൊഴിലില്ല എന്ന് നിരന്തരമായിട്ട് ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. 2021-22 1,22,00,000 തൊഴിൽ, അതായത് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അത് 2022-23 എത്തുമ്പോൾ 1,39,00,000. ഈ രീതിയിൽ 1.25 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് കാണാൻ കഴിയും.